RSSന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നി BJPയുടെ പ്രകടന പത്രിക. അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും ലോകമാകെ രാമായണോത്സവം സംഘടിപ്പിക്കുമെന്നും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. കർഷകർക്ക് മിനിമം താങ്ങുവില അടക്കം നടപ്പിലാക്കാൻ കഴിയാത്ത മുൻ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ട് കോഴയെക്കുറിച്ചും പ്രകടന പത്രികയിൽ മൗനം. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? വിനു, RSSന്റെ മുഖ്യ അജണ്ടയായ തീവ്ര ഹിന്ദുത്വ നിലപാടിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തന്നെയാണ് BJP മൂന്നാം ഊഴം ലക്ഷ്യമിട്ടിറങ്ങുന്ന BJPയുടെ പ്രകടന പത്രികയിൽ ആകമാനം മോദി ഗ്യാരണ്ടി എന്ന നിലയിൽ കാണാനായത്. പ്രത്യേകിച്ച് ഈ ഒരു മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാട് തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഈ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി അധ്യക്ഷനായ JP നദ്ദയും നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ചേർന്നുകൊണ്ടായിരുന്നു BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് ഇനി മോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയാൽ നടപ്പാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് RSSന് മറ്റൊരു അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പക്ഷേ പുതിയ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടി യാതൊരു വാഗ്ദാനങ്ങളോ ഈ ഒരു പ്രകടന പത്രിക ഇല്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഈ അയോധ്യയിൽ കൂടുതൽ വികസനം നടപ്പാക്കും, ലോകമാകെ രാമായണ ഉത്സവം സംഘടിപ്പിക്കുമെന്ന നിലയും ഈ പ്രകടന പത്രികയിൽ നരേന്ദ്രമോദി ഊന്നി പറയുകയും ചെയ്യുന്നു. എന്തായാലും RSSന്റെ കൃത്യമായ അജണ്ടകൾ വീണ്ടും നടപ്പാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് മോദി ഗ്യാരണ്ടി എന്ന നിലയിൽ നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഈ ഒരു പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തത്. BJP ने आर्टिकल 370 को हटाया और हम CAA लेकर आए. हम वन नेशन वन इलेक्शन के विचार को भी साकार करने का संकल्प लेकर के आगे बढ़ेंगे. BJP यूनिफॉर्म सिविल कोड को भी देश हित में उतना ही आवश्यक समझती है. കൂടുതൽ വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാകും. കൂടാതെ ദരിദ്ര വിഭാഗങ്ങൾക്ക് 3 കോടി വീടുകൾ, 6G സാങ്കേതികവിദ്യ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും, റേഷൻ, വെള്ളം എന്നിവ അടുത്ത 5 വർഷം കൂടി സൗജന്യമായി നൽകും, സോളാർ പാനലുകൾ പ്രോത്സാഹിപ്പിക്കും എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കമല്ലാതെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇവ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ ഈ കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അവരുടെ കർഷക വിളകൾക്ക് മിനിമം താങ്ങുവില എന്ന് പറയുന്നത്. ഈ മിനിമം താങ്ങുവിലെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ഈ പ്രകടന പത്രികയിൽ മൗനം മാത്രമാണ് ഇതിനൊരു മറുപടി എന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള അഴിമതിയെക്കുറിച്ചും ഈ ഒരു പ്രകടന പത്രികയിൽ പരാമർശമുണ്ട്. എന്തായാലും BJPയുടെ ഈ തവണത്തെയും അല്ലെങ്കിൽ ഇനിയും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അതിതീവ്ര ഹിന്ദുത്വ നിലപാട് തന്നെയായിരിക്കും BJPയുടെ സമീപനം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഏകീകൃത സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഈ BJPയുടെ പ്രകടന പത്രിക. എന്തായാലും ഏറെ നിരാശകരമാണെന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു RSSന്റെ അജണ്ട അതിലൂന്നിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ബിനു.